അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ് ജിന്നുകൾ അഥവാ ഭൂതവർഗം. ആ ജിന്നുകളിൽ നിന്നും ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം കൊണ്ടു നടക്കുന്ന, മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി നടക്കുന്ന, വളരെയേറെ ദുർമാർഗമായി നടക്കുന്ന ഒരു വിഭാഗമാണ് ശൈത്താന്മാർ. ആ ശൈത്താനിൻ്റെ പിതാവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന വസ്തുത നമുക്കറിയാം. അപ്പോൾ ജിന്നുകളിൽ നിന്നും മോശപ്പെട്ട ഒരു വിഭാഗമാണ് ശൈത്താൻ എന്ന് പറയുമ്പോൾ, ആ ശൈത്താനാകട്ടെ മനുഷ്യനുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് സഞ്ചരിക്കുന്നു എന്ന് നിബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ, മനുഷ്യനിൽ അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗമാണ് പിശാചുകൾ, ജിന്നുകൾ എന്ന വസ്തുത നമുക്കറിയാം. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, പിശാച് എപ്പോഴും മനുഷ്യനെ വലയം ചെയ്തുകൊണ്ട് അവനെ ദുർമാർഗത്തിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടി എല്ലാവിധമായ പ്രേരണകളും എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ പിശാച് ഹൃദയത്തിൽ സ്വാധീനം വരുത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതായ അവസരങ്ങളിലൊക്കെയും ആ പിശാച് പിന്മാറിപ്പോവുകയും, ആ സ്മരണ എപ്പോഴാണോ ആ മനുഷ്യൻ വിട്ടുനിൽക്കുന്നത്, അപ്പോൾ ആ പിശാച് ആ മനുഷ്യനിലേക്ക് വീണ്ടും വന്ന് സ്വാധീനം നടത്തുകയും ചെയ്യും. ഇന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിശാച് മനുഷ്യ ഹൃദയത്തിൽ, അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. തനതായ രൂപത്തിലോ അല്ലെങ്കിൽ വൈറസിന്റെ രൂപത്തിലോ മനുഷ്യന്റെ ശരീരത്തിൽ കയറിക്കൂടും. ആ മനുഷ്യന് പലവിധമായ രോഗങ്ങളും ആ പിശാച് ഉണ്ടാക്കിത്തരും. നമുക്കറിയാം, മലിനമായ വായു മനുഷ്യന് പലവിധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ആ പിശാചും ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ കയറി പലവിധമായ രോഗങ്ങളും ഉണ്ടാക്കും. അത് സാധാരണയാണ്. നമുക്കറിയാം, പലപ്പോഴും പല രോഗികളും ആശുപത്രികളിൽ പോയി പല രോഗങ്ങൾക്കും ചികിത്സ തേടാറുണ്ട്. പല പരിശോധനകളും നടത്തുമ്പോൾ ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്, നിങ്ങൾക്ക് യാതൊരു വിധമായ അസുഖമില്ല, നിങ്ങൾക്ക് ടെൻഷനാ. ഇങ്ങനെ പല വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ടെൻഷനാണ് എന്ന് പറയുമ്പോൾ ആ രോഗി പറയും, എനിക്ക് ടെൻഷൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, എനിക്ക് അങ്ങനെ പ്രശ്നമേ ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ യഥാർത്ഥത്തിൽ ആ പിശാച് ഉണ്ടാക്കി വച്ചിരിക്കുന്നതായ ദുർബോധനത്തിൽ നിന്നും വന്നിരിക്കുന്ന ചില രോഗങ്ങളും പ്രശ്നങ്ങളുമാണ് ഉള്ളത്. അല്ലാതെ ആ രോഗിക്ക് യഥാർത്ഥത്തിൽ അവിടെ മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട യാതൊരു വിധമായ രോഗവുമില്ല. അപ്പോൾ ഇത് പിശാചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നാം തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഉണർത്തുകയാണ്. പലിശ ഭക്ഷിക്കുന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത്, യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ പലിശ ഭക്ഷിക്കുന്നവർ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്നാണ് വിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്നത്. അവരാകട്ടെ പിശാച് ബാധയേറ്റ് വീണ ആ മനുഷ്യൻ, ഭ്രാന്ത് പിടിച്ചവൻ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണോ ഇതുപോലെയാണ് എഴുന്നേൽക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ ആ പലിശ ഭക്ഷിച്ചവരെ സംബന്ധിച്ച് ഉണർത്തുകയാണ്. അപ്പോൾ ഇവിടെ പിശാച് ബാധ ഏൽക്കുമെന്നും പിശാച് ബാധ ഏറ്റാൽ ഭ്രാന്തനെ പോലെ ആയിത്തീരുമെന്നുമാണ് ഈ വിശുദ്ധമായ ഖുർആൻ ഇതിലൂടെ നമുക്ക് ഉണർത്തുന്നത്. പലിശയുടെ വിഷയം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ മനുഷ്യന് വളരെയേറെ ദുർബോധനം നടത്താനും ശരീരത്തിനും മനസ്സിനും വളരെയേറെ ഇടങ്ങേറുണ്ടാക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ശ്രമം വിജയിപ്പിച്ചിട്ടുള്ളതുമായ ഒരു വിഭാഗമാണ് പിശാച് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, മഹാനവറുകളെ, ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു, മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും പിശാചിന് യാതൊരു വിധമായ സ്വാധീനവുമില്ല, അവർ കയറിക്കൂടുകയില്ല എന്ന് പറയാറുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ അവർ പറഞ്ഞത് കളവാണ്. അങ്ങനെയല്ല. മനുഷ്യന്റെ നാവിലൂടെ തന്നെ അതിന് സംസാരിക്കാനുള്ളതായ അവസരമുണ്ട്, കഴിവുണ്ട് എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തി കൊടുത്തു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അതുതന്നെയാണ് എന്ന് മഹാനവറുകൾ അടിവരയിട്ടുകൊണ്ട് ഉണർത്തുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ഭ്രാന്തനെ ഒരവസരത്തിൽ കൊണ്ടുവരികയായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭ്രാന്തന്റെ മുതുകിൽ അടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രുവേ, നീ ഇറങ്ങിപ്പോകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ളതായ നിർദ്ദേശം കേട്ടുകൊണ്ട് പിശാച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. മറ്റൊരവസരത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിശാച് ബാധയേറ്റ മറ്റൊരു മനുഷ്യനെ കൊണ്ടുവരികയായി.
അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യൻ്റെ വായിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശത്രുവെ നീ ഇറങ്ങിപ്പോകൂ എന്ന് നബി തങ്ങൾ കൽപ്പിച്ചു. ആ ശത്രു അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ തുപ്പിനീർ അത് വളരെ മഹത്വമുള്ളതാണ്, ബറക്കത്തുള്ളതാണ്. ആ വിഷയം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിബിതങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ആ പിശാച് അവിടെ നിറങ്ങിപ്പോവുകയും ചെയ്തു. ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലും ഇതുപോലൊരു മനുഷ്യനെ, പിശാച് ബാധയേറ്റ മനുഷ്യനെ കൊണ്ടുവരികയായി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ ചെവിയിൽ അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസ എന്ന വിശുദ്ധമായ ആയത്ത് ഓതി കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ ശത്രുവെ നീ ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ഇറങ്ങിപ്പോയി. ഇങ്ങനെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള, ശരീരത്തിൽ രോഗമുണ്ടാക്കാൻ കഴിവുള്ള ഒരു വിഭാഗമാണ് ആ പിശാചുകൾ എന്ന വസ്തുത നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.